നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് CPM-ന് നനച്ചിരിക്കാത്ത തിരിച്ചടിയായിരുന്നു. പരാജയപ്പെടും എന്ന് പലരും പറഞ്ഞെങ്കിലും ഇത്രയും വലിയ പരാജയം ഉണ്ടാകുമെന്ന് ആരും പറഞ്ഞില്ല, മറുനാടനൊഴികെ. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം, ഒരു തരത്തിലും ശരിയാക്കിയെടുക്കാൻ കഴിയാത്ത ജനരോഷം, അതാണ് സംഭവിച്ചത്. ഈ ജനരോഷത്തിന്റെ കാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇപ്പോൾ പോലും CPM-ന് പേടിയാണ്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദമായി തന്നെ ചർച്ചയുണ്ടായി. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടന്നതും PK ശ്യാമളയ്ക്ക് തളിപ്പറമ്പ് സീറ്റ് കൊടുത്തതുമാണ് ഗുരുതരമായ പിശകുകൾ എന്ന് തിരിച്ചറിയുന്നു. ഇതിനു മുമ്പ് അവർ അംഗീകരിക്കുമായിരുന്നില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പോലും സമ്മതിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ തോൽവിയുടെ പ്രധാന ഉത്തരവാദിയായ പിണറായി തന്നെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി MA ബേബി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പറഞ്ഞത്, നിർഭയം പാർട്ടി പ്രവർത്തകർക്ക് അഭിപ്രായം പറയാം, തെറ്റുകൾ തിരുത്തുമെന്നാണ്. ആ വാക്ക് വിശ്വസിച്ച് ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും നിർഭയം ചർച്ച നടന്നു. ഈ ചർച്ചകളൊക്കെ കേന്ദ്രീകരിച്ചത് പിണറായിയുടെ സ്ട്രാറ്റജിക്കെതിരെയുള്ള നിലപാടായാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് മാറണം, പിണറായി MLA സ്ഥാനം രാജിവെച്ച് ധർമ്മടത്ത് ശൈലജ ടീച്ചറിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണം എന്നു പോലും പലരും ആവശ്യമുന്നയിച്ചു. ഇതോടുകൂടി പിണറായിക്ക് കാര്യം പിടികിട്ടി. അതോടെ താഴേക്കുള്ള ചർച്ചകളുടെ മേൽ നിയന്ത്രണമുണ്ടായി. ലോക്കൽ കമ്മിറ്റിയിലേക്കും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും ചർച്ച വന്നപ്പോൾ അണികൾക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതാക്കി. എന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ട വീര്യം തിരിച്ചെടുക്കാൻ സമരപരിപാടികളിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. ആദ്യം തന്നെ SFIക്കാർ സമരരംഗത്തിറങ്ങുന്നു. തിരുവനന്തപുരത്ത് വെച്ച് ആവശ്യത്തിലധികം അടി വാങ്ങിക്കൂട്ടുന്നു. അതോടെ SFIക്കാരുടെ വീര്യം ചോർന്നുപോയി. കഴിഞ്ഞ 10 വർഷം സമരമറിയാത്ത SFIക്കാർ സമരത്തിനിറങ്ങിയ ആദ്യ ദിനം തന്നെ അടികൊണ്ട് ഓടേണ്ടി വന്നതോടെ പതിയെ SFIക്കാർ പിന്മാറി. ഇപ്പോൾ SFIയിലുള്ള പിള്ളേരെല്ലാം തന്നെ 2016 പിണറായി അധികാരമേൽക്കുമ്പോൾ കൊച്ചുകുട്ടികളാണ്. അവർ ഇതുവരെ അടി കൊണ്ടിട്ടില്ല. അവർ ബഹളം വെച്ചിട്ടുണ്ട്, അരമ്പുണ്ടാക്കിയിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം സംരക്ഷകരായി പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് സംരക്ഷകരല്ലാത്ത കാലത്ത് ആദ്യമായി സമരത്തിനിറങ്ങി ആവശ്യത്തിലധികം അടികൊണ്ടു, പലരും ജയിലിലായി. ഇതോടുകൂടി SFIക്കാരുടെ വീര്യം കുറഞ്ഞുപോയി. അതിനിടയിലാണ് പിണറായിയുടെ വീട്ടിൽ ED കയറുന്നത്. അതോടെ വീണ്ടും സമരാവേശം വീണ്ടെടുക്കാൻ SFIക്കാരെയും DYFIക്കാരെയും CIT-കാരെയും ഒക്കെ രംഗത്തിറക്കി. പാർട്ടി നേതാക്കൾ തന്നെ കലാപാഹ്വാനം നടത്തി. എന്തിനേറെ, പിണറായി വിജയൻ തന്നെ നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്ന് ആവേശത്തോടെ പറഞ്ഞു. ഈ ആവേശമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് EDയുടെ വണ്ടി തകർത്ത 26 പേർ ഇതുവരെ വെളിച്ചം കാണാതെ ജയിലിൽ കിടക്കുന്നു. അവർക്കെന്ന് ജാമ്യം കിട്ടുമെന്ന് ആർക്കും അറിയില്ല. ആ കേസന്വേഷണം ED CBI ഏൽപ്പിച്ചാൽ, UAPA ചുമത്തിയാൽ ഒരിക്കലും ജാമ്യം കിട്ടാത്ത സാഹചര്യമുണ്ട് എന്നും തിരിച്ചറിഞ്ഞു. ഇതോടെ സമര കോലാഹലങ്ങൾ സ്വിച്ചിട്ടതുപോലെ നിന്നു എന്ന് പറയാം. ഒരിടത്തും ആളെ കിട്ടുന്നില്ല സമരം നടത്താൻ. എല്ലാവർക്കും പേടിയാണ്. അടി കിട്ടുമെന്ന പേടി, ജയിലിലാകുമെന്ന പേടി, പാർട്ടി സംരക്ഷിക്കില്ലെന്ന പേടി. വലിയൊരു പ്രതിസന്ധിയിലൂടെ CPM കടന്നു പോവുകയാണ്. പാർട്ടി അണികൾ പതിയെ വീട്ടിലിരിക്കുന്നു. പലരും പതിയെ BJP-യിലേക്കും മറ്റ് പാർട്ടികളിലേക്കും ചേക്കേറുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്നു. പല നേതാക്കളും കഴിഞ്ഞ കുറേ കാലമായി BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. BJP-യിൽ പോവാൻ കഴിയാത്ത, കോൺഗ്രസിനെ വർഗശത്രുവായി കരുതുന്ന CPM-കാർ പതിയെ വീട്ടിലിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മറുവശത്ത് VD സതീശൻ കൂടുതൽ ശക്തനായി വരുന്നു. VD സതീശന്റെ ഓരോ പ്രസംഗവും ഓരോ ഇടപെടലും ആവേശഭരിതമായി അണികൾ മാത്രമല്ല എതിരാളികളും സ്വീകരിക്കാൻ തുടങ്ങിയതോടെ പിടിച്ചു നിൽക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. സർക്കാർ ആശുപത്രിയിൽ പുഴുവരിക്കുന്ന സംഭവമൊക്കെ ആവർത്തിക്കുമ്പോൾ CPM-കാർ ബഹളം വെച്ചിട്ടും അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അധികാരത്തിലെത്തിയ ഈ സർക്കാരിലെ ഉത്തരവാദികൾ ഇതുവരെ ഭരിച്ച കഴിഞ്ഞ സർക്കാരാണെന്ന് പാർട്ടിക്കാർ പോലും പറയുന്ന അവസ്ഥയുണ്ടാവുന്നു. മാത്രമല്ല, സാധാരണ മനുഷ്യരെ ഗുണകരമായി ബാധിക്കുന്ന തരത്തിൽ ആരോഗ്യവകുപ്പ് അഴിച്ചുപണിയാൻ ആരോഗ്യമന്ത്രി K മുരളീധരൻ നീക്കങ്ങളും ആരംഭിച്ചു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോകുന്നവർക്കൊക്കെ നേരിട്ട മാറ്റം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്തരം മാറ്റം സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. ആശുപത്രികളുടെ വൃത്തി കൂടി വരുന്നു. അങ്ങനെ പോസിറ്റീവായ മാറ്റങ്ങൾ ഒരു വശത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ കുത്തിത്തിരിപ്പ് ഏശുന്നില്ല. ഇതാണ് സാമൂഹിക അന്തരീക്ഷമെങ്കിൽ സഭയ്ക്കകത്ത് CPM-ന് നിലം തൊടാനേ കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ പിണറായി വിജയനെ കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് അദ്ദേഹം 2ാം ദിവസമേ പ്രതികരിക്കൂ. ഒരു സംഭവം സഭയിലുണ്ടായാൽ അപ്പോൾ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണം. ഇനി പ്രതികരിച്ചാലും അപ്പോൾ തന്നെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി നിലംപരിശാക്കി കളയും. ബബ്ബ വെച്ച് തലയുരേണ്ട അവസ്ഥയിലേക്ക് പിണറായി മാറുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മുൻ ധനകാര്യമന്ത്രി കൂടിയായ KN ബാലഗോപാലാണ്. ബാലഗോപാലിനും എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് നിശ്ചയമൊന്നുമില്ല. ജയിച്ചു വന്നിരിക്കുന്ന LDF-ലെ
ബാക്കി 32 പേരും പിറകിൽ കാഴ്ചക്കാരായി ഇരിക്കുന്നു. പിണറായി ഉണ്ടാക്കിയ പുകില് പിണറായി തന്നെ തീർക്കട്ടെ എന്ന് പറഞ്ഞത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ് സ്വസ്ഥമായി സഭയിലിരുന്ന് കാഴ്ച കാണുകയാണ് പ്രതിപക്ഷം. കോൺഗ്രസ് MLA-മാർ മാറി മാറി സഭയിൽ തകർക്കുമ്പോൾ ഉള്ളുകൊണ്ട് ആഹ്ലാദിക്കുകയാണ് ഈ നാശം മുഴുവൻ ഉണ്ടാക്കിയ പിണറായിയുടെ ഉള്ളിൽ വിരോധമുള്ള പ്രതിപക്ഷ MLA-മാർ. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വരെ CPM-ന്റെ സമുന്നത നേതാവായിരുന്ന ജി സുധാകരൻ ഇന്നലെ അമ്പലപ്പുഴയിൽ തന്റെ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയനെ നനഞ്ഞ കോഴി എന്ന് വിശേഷിപ്പിച്ചത്. നനഞ്ഞ കോഴിയാണ് പിണറായി വിജയൻ. വെള്ളത്തിൽ വീണിട്ട് എണീറ്റിട്ട് ചിറക് വിരിക്കാൻ കഴിയാതെ ഇങ്ങനെ വെയിൽ കാത്ത് ഇരിക്കുന്ന കോഴി എന്ന് പിണറായിയെ കൃത്യമായി വിശേഷിപ്പിച്ചു. ബാലഗോപാലിന് എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല എന്നാണ് ജി സുധാകരന്റെ പ്രഖ്യാപനം. ഒരക്ഷരം സാധാരണ വലിയ വാദമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴത്തെ മന്ത്രി പറയും, പഴയ മന്ത്രി പറയും, ഇപ്പോഴത്തെ മന്ത്രി പറയും, പഴയ മന്ത്രി പറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. 2 രൂപയുടെ പാക്കറ്റിൽ കൈയിട്ട് ഐസക് കുറേയൊക്കെ പറയുമായിരുന്നു. മനസ്സിലായില്ല. മേൽക്കൈ എപ്പോഴും പ്രതിപക്ഷത്തിനാണെങ്കിലും ഐസക് ഇതൊക്കെ പറഞ്ഞു നിൽക്കും. അതുമില്ല, മിണ്ടാട്ടമില്ല. എനിക്ക് സങ്കടം തോന്നി. അതിൽ പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യം ശരിയല്ലായിരുന്നു, എഴുതാറ്റത് ശരിയല്ലെന്ന് പറയണമെന്ന് തോന്നുന്നത് എനിക്ക് ഞാനെന്തിനാ പറയുന്നത് ഞാൻ പറയാൻ പോയില്ല. അല്ല, കാരണം നമ്മുടെ ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇവർക്കാർക്കും അതറിയില്ല. അത് പറഞ്ഞ് തിരുത്താമായിരുന്നു. അത് അവര് UDF ഭരണകക്ഷി അത് അംഗീകരിക്കും. പക്ഷെ പറയാനറിയാവുന്ന ആരെങ്കിലും വേണ്ടേ? പിണറായി സഭയാണെങ്കിൽ നനഞ്ഞ കോഴി പോലിരിക്കുക അവിടെ. മനസ്സിലായില്ല, വെള്ളത്തിൽ വിട പോലെ ഒന്നും പെട്ടുന്നില്ല. ബാലഗോപാലിന് സംസാരിക്കാനും അറിയില്ല. എന്തൊരു ദയനീയമായ ചിത്രമാണ്. വിഷമം തോന്നുന്നു. കാരണം ഞാനവിടെ ഇരുന്നതല്ലേ 20 വർഷം ഇവരുടെ കൂടെ ഇരുന്നതല്ലേ. അവസാനം എന്താ എൻ്റെ അച്ഛനെ വിളിക്കുക? ഏത് നിങ്ങൾ എന്തിനാ എൻ്റെ അച്ഛനെ വിളിച്ചോണ്ട്? അത് മാത്രമല്ല, ദീർഘകാലമായിട്ട് തരുന്ന പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായി. ജി സുധാകരൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ ഒരു നനഞ്ഞ കോഴിയെ പോലെയാണ്. CPM-ഉം LDF-ഉം മേൽക്കൂരയില്ലാത്ത കോഴിക്കൂട്ടിൽ കുത്തിയിരിക്കുന്ന നനഞ്ഞ ഒരു കോഴിക്കൂട്ടത്തെ പോലെയാണ്. ആർക്കും ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. കൂവാൻ വയ്യ, ചിറക് വിരിക്കാൻ വയ്യ, മഴ മാറണേ എന്ന് പ്രാർത്ഥിച്ച് വെറുതെ ഇരിക്കാൻ മാത്രം പറ്റുന്നു. ജി സുധാകരൻ പറഞ്ഞത് ശരിയാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ നിലനിൽക്കുന്നത് ഊന്നുവടിയിലാണ്. പാർട്ടിയുടെ ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുന്നു. ആ ശക്തിയെല്ലാം പിണറായി വിജയൻ ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. പാർട്ടി പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് അകന്നു. ഇപ്പോഴും പാഠം പഠിക്കാതെ പിണറായിയുടെ നിയന്ത്രണത്തിൽ പാർട്ടി മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പോലുള്ളവർക്ക് പാർട്ടി വിട്ടു പോവേണ്ടി വന്നു. ജി സുധാകരൻ പറഞ്ഞതിനെ ചെറുതായി കാണരുത്. ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച മനുഷ്യനാണ്. പാർട്ടിയാണ് ജീവിതമെന്ന് കരുതിയിരുന്ന മനുഷ്യനാണ്. പക്ഷെ ഒരു കാര്യവുമില്ലാതെ ജി സുധാകരനെ ചവിട്ടി പുറത്താക്കി. ജി സുധാകരൻ വാശിയോടുകൂടി UDF-ന്റെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് തന്റെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമസഭയിൽ എത്തി പ്രസംഗിക്കുന്നു. ആ സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ആട്ടി ഓടിച്ചവർക്ക് മറുപടിയുമായി സുധാകരൻ തന്നെ അവിടെ നിലകൊള്ളുന്നു. CPM-ന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് നനഞ്ഞ കോഴി എന്നല്ലാതെ മറ്റൊരു വിശേഷണവും വിശേഷിപ്പിക്കാനില്ല.